ഇന്ന് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഇക്കാര്യം വിശദീകരിക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കാര്യം കുറച്ച് തിരിച്ചടിയായാലോ നിങ്ങൾക്കെന്ന് പറയുമ്പോൾ അദ്ദേഹം നിഷേധിക്കുന്നില്ല. അദ്ദേഹം പറയാണ് ചില പ്രത്യേകമായ സാഹചര്യങ്ങളിലാണ് അക്കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതല്ല നിയമസഭയിലെ സ്ഥിതി. എന്ന് പറഞ്ഞിട്ട് 110 സീറ്റ് എന്ന വലിയ നമ്പറിലേക്ക് ഞങ്ങൾ എത്തും എന്ന ആത്മവിശ്വാസത്തിന് ഉപോത്ബലകമായിട്ട് എന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഇപ്പോൾ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങളുടെ സർക്കാരിൻ്റെ നല്ല കാര്യങ്ങൾ മാത്രമല്ല, അദ്ദേഹം 2 ടേമുകൾക്ക് അപ്പുറത്തെ UDF സർക്കാരിൻ്റെ കുഴപ്പങ്ങൾ പറയാനാണ് ഇന്ന് കുറേ സമയം എടുത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി, CPMൻ്റെ സ്ട്രാറ്റജി ഇന്നത്തെ വാർത്താസമ്മേളനത്തോടെ വ്യക്തമാണ്. കാരണം ഇനിയുള്ള അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് UDFൻ്റെ ഭരണകാലത്തെ കുഴപ്പങ്ങളെ ആളുകളുടെ ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടി ശ്രമിക്കുക എന്നാലും വ്യക്തമായി. ഒരുപക്ഷെ ഇന്നലെ AK ബാലനെ പാർട്ടി ഏൽപ്പിച്ചത് ഈ ദൗത്യമായിരിക്കാം. അതായത് നിങ്ങൾ പഴയ ചില പ്രശ്നങ്ങൾ, ഹർഷൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ വർഗീയ കലാപങ്ങളൊക്കെ UDFൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഞങ്ങളുടെ കാലത്ത് അത് ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കണമെന്നാണ് AK ബാലനെ ഏൽപ്പിച്ചത്. പക്ഷേ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ മൂപ്പര് ജഗദീഷിൻ്റെ പരിപാടി നടത്തി. അതായത് അല്പം ഓവറാക്കി. വിജയേട്ടൻ പറഞ്ഞല്ലേ എന്നാൽ പിന്നെ ഒന്ന് കുറച്ച് സ്ട്രോങ് ആക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ട് മൂപ്പര് കുറച്ച് ചാടി കയറിയിട്ട് നശിപ്പിച്ച് എന്ന് പറയുന്ന അവസ്ഥയായി. പക്ഷേ അത് വന്ന് പിണറായി ആ കാര്യം നിഷേധിക്കുകയൊന്നും ചെയ്യാതെ, അതായത് ബാലന് വിഷമം വേണ്ട എന്ന് കരുതിയിട്ട് അക്കാര്യം ബാലൻ പറഞ്ഞ ഇതാണല്ലോ എന്ന് പറഞ്ഞങ്ങ് പോയി. പക്ഷേ ഈ കാര്യത്തിൽ അപകടം അദ്ദേഹം തൊട്ടില്ല. MV ഗോവിന്ദൻ മാഷക്ക് അത് തള്ളിക്കളഞ്ഞു. മറ്റ് നേതാക്കൾ TP രാമകൃഷ്ണനൊക്കെ ആണെങ്കിലും ബാലൻ്റെ ആ ഒരു പ്രസ്താവനയെ തള്ളിക്കളഞ്ഞു എന്നാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് വ്യക്തമായൊരു കാര്യം എന്താണ്, ഞങ്ങളുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ സർക്കാരുകൾക്ക് ആളുകൾക്ക് കൊടുത്ത ക്ഷേമ പെൻഷൻ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കൂടുതലായിട്ട് പറഞ്ഞത്. അതിൽ മാത്രം വോട്ട് വന്നുകൊള്ളും എന്ന് വിചാരിച്ചെങ്കിൽ അത് നടന്നില്ല എന്ന് മനസ്സിലായതോടെ ഇവർ ഇപ്പോൾ ആളുകളുടെ ഓർമ്മയിലില്ല. ഇപ്പോൾ 10 വർഷമായിട്ട് LDF ആണല്ലോ ഭരിക്കുന്നത്. ആളുകളുടെ ഓർമ്മയിൽ UDF ഭരണകാലം ഇല്ല. അതൊരു വസ്തുതയാണ്. അത് ഇവർക്ക് വൈകിയാണെങ്കിലും മനസ്സിലായി. അതായത് ഇനി അത് ഓർമ്മിപ്പിക്കണം. ഇന്നിപ്പോൾ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം ഈ മാറാട് കലാപം പറഞ്ഞ് അദ്ദേഹം അതിൻ്റെ അപകടകരമായ വശത്തേക്ക് പോകാതെ മാറാട് കലാപത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കരുത് എന്ന് കലാപത്തിലെ ഈ ഹിന്ദു തീവ്രവാദികൾ പറഞ്ഞപ്പോൾ അതിന് വഴങ്ങിയിട്ട് PK കുഞ്ഞാലിക്കുട്ടിയെ കൂട്ടാതെ പോയി AK ആൻ്റണി എന്ന കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്ന് വെച്ചാൽ ഈ വർഗീയ ശക്തികൾക്ക് വഴങ്ങുന്ന ആളാണ് എന്ന കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം എടുത്ത് മുന്നോട്ട് വെച്ചു. അവിടെ കൊണ്ട് നിർത്തിയിൽ അദ്ദേഹം അഴിമതികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന കാര്യം പറയാൻ വേണ്ടി പറഞ്ഞു. അതിലേക്ക് വന്നു. അപ്പോൾ ഉറപ്പാണ് ഒരു കാര്യം ഹർഷ, അതായത് ഇനിയുള്ള വാർത്താ സമ്മേളനങ്ങളിലും ഇനി തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ CPM നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറയാൻ പോകുന്നത് സ്വന്തം സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ മാത്രമായിരിക്കില്ല. 10 വർഷം അപ്പുറത്തുള്ള UDF സർക്കാരിൻ്റെ ഭരണകാലത്തെ മോശം കാര്യങ്ങൾ കൂടെ ആളുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഇനി വരാൻ പോകുന്നത്.